രമേശ് നാരായണൻ വിവാദത്തിൽ ആദ്യമായി പ്രതികരിച്ച ആസിഫ് അലി തനിക്ക് ജനങ്ങൾ തരുന്ന പിന്തുണ മറ്റൊരാളോടുള്ള വെറുപ്പായി മാറരുതെന്ന് ആസിഫ് അലി പറഞ്ഞു. തിരുവനന്തപുരം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ പുതിയ സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾക്ക് എത്തിയതായിരുന്നു താരം. സിദ്ധാർത്ഥന്റെ മരണത്തിൽ വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ മുൻ VC MR ശശീന്ദ്രനാഥിന് വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തൽ. സമയബന്ധിതമായി നടപടിയെടുത്തില്ലെന്ന് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി. കോട്ടയം വെച്ചൂർ പഞ്ചായത്തിൽ പക്ഷികളുടെ വിൽപ്പന നിരോധിച്ചു. വെച്ചൂർ പഞ്ചായത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെയാണ് നടപടി. ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ നിരോധനം തുടരുമെന്നാണ് വിവരം. മലപ്പുറത്ത് 4 പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചു. പൊന്നാനിയിലും നിലമ്പൂരിലുമാണ് രോഗം സ്ഥിരീകരിച്ചത്. പൊന്നാനിയിൽ സ്ത്രീകൾ ഉൾപ്പെടെ 3 പേർക്കും നിലമ്പൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളിക്കുമാണ് രോഗം. നന്ദിയോട് പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായ പൊട്ടിത്തെറിയിൽ ഉടമയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ശ്രീമുരുക പടക്ക നിർമ്മാണശാലയിലാണ് പൊട്ടിത്തെറിയുണ്ടായത്. തിരുവനന്തപുരം നഗരത്തിലെ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട ജോയിയുടെ മരണത്തിൽ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം കനക്കുന്നു. തിരുവനന്തപുരം നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. പ്രതിഷേധക്കാർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമം നടത്തിയതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വിവിധ മതങ്ങളുടെയും ആചാരങ്ങളുടെയും നാടാണ് ഇന്ത്യയെന്നും മതവിശ്വാസ പ്രകാരം താടി വളർത്തിയതിന് മുസ്ലിം ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കാൻ പോലീസിന് കഴിയില്ലെന്നും മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കി. 1957 മദ്രാസ് പോലീസ് ഗസറ്റ് അനുസരിച്ച് സംസ്ഥാനത്തെ മുസ്ലിം പോലീസുകാർക്ക് ഡ്യൂട്ടിയിലായിരിക്കുമ്പോഴും വെട്ടിയൊതുക്കിയ താടി വളർത്താൻ അനുവാദമുണ്ടെന്ന് ജസ്റ്റിസ് ഗൗരി പറഞ്ഞു. ഗുജറാത്തിൽ ചന്ദിപുര വൈറസ് ബാധയെ തുടർന്ന് ചൊവ്വാഴ്ച 2 കുട്ടികൾ കൂടി മരിച്ചു. ഇതോടെ അപൂർവ വൈറസ് ബാധിച്ച് സംസ്ഥാനത്ത് മരിച്ചവരുടെ എണ്ണം 8 എന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. ആകെ 14 പേർക്കാണ് രോഗം ബാധിച്ചത്. നീറ്റ് ഹർജികളിൽ സുപ്രീം കോടതി നാളെ വിശദമായ വാദം കേൾക്കും. കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലം ഹർജിക്കാർക്ക് പരിശോധിക്കാനായി ഒരാഴ്ചത്തെ സാവകാശം കോടതി നൽകിയിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയിൽ 2 പേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. കേന്ദ്ര സർക്കാരും CBIയും NTA സമർപ്പിച്ച സത്യവാങ്മൂലം ഹർജിക്കാർക്ക് പരിശോധിക്കുന്നതിനായാണ് കേസ് മാറ്റിവെച്ചത്. സംഗീതജ്ഞൻ രമേശ് നാരായണൻ അപമാനിച്ച സംഭവത്തിൽ ആസിഫ് അലിക്ക് പൂർണ്ണ പിന്തുണയുമായി മലയാള സിനിമാ നേതാക്കളുടെ സംഘടനയായ അമ്മ. സംഘടനയുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജ് വഴിയാണ് ആസിഫ് അലിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. ആട്ടിയകറ്റിയ ഗാർവിനോട് നീ ചിരിച്ച ചിരിയാണ് യഥാർത്ഥ സംഗീതം. അമ്മ ആസിഫിനൊപ്പം എന്നാണ് നടന്റെ ഫോട്ടോയ്ക്കൊപ്പം സംഘടന കുറിച്ചത്.